പി ആർ സുനിൽ ഇന്നിപ്പോൾ ചേരാൻ പോകുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് രാഷ്ട്രീയകാര്യ ക്യാബിനറ്റ് സമിതിയിൽ പ്രധാനമായും പ്രധാനമന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്യാബിനറ്റിലെ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറയാവുന്ന ഏറ്റവും ഉയർന്ന ബോഡിയാണ് അല്പസമയത്തിനുള്ളിൽ യോഗം ചേരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ CCS മീറ്റിംഗ് നടക്കും. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയും നടക്കും. സുരക്ഷാ ചുമതലയുള്ള പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയാണ്. ഈ രണ്ട് സമിതികളുമാണ് ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുക. ആ നിർണായകമായ രണ്ട് മീറ്റിംഗുകളാണ് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാനും ചില തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് അറിയാൻ കഴിയുന്നു. പി ആർ സുനിൽ, അവിടെ കറാച്ചിയിൽ യുദ്ധക്കപ്പലുകൾ തയ്യാറാകുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ മാരിടൈം മൈറ്റ് ഫ്യൂൽ ചെയ്യുന്നു, ഞങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തയ്യാറെടുപ്പുകൾ നടത്തുക മാത്രമല്ല, നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭീകരരെ പിടികൂടുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നിർണായകമായ തീരുമാനമുണ്ടായേക്കാം, അല്ലേ പി ആർ സുനിൽ? അരുൺ, എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി തന്നെ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിർത്തിയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പാകിസ്ഥാനും ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം പാകിസ്ഥാൻ തന്ത്രപ്രധാന മേഖലകളിൽ സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് അതിർത്തിയിൽ പല മേഖലകളിലും, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ പാകിസ്ഥാൻ വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ഒരു സൈനിക നടപടി തന്നെയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള എന്തെങ്കിലും ഒരു ആക്രമണ രീതി അല്ല, ഒരു വലിയൊരു സൈനിക നടപടി തന്നെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ വലിയ പ്രതിരോധം തീർക്കുന്ന കാഴ്ച തന്നെയാണ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇന്ത്യയും അതിന്റെ ഇരട്ടി വലിപ്പത്തിൽ സൈനിക ശേഷി ഏതായാലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ ശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യയും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയാണ്. ഏതായാലും വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മന്ത്രി തന്നെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി തന്നെ അക്കാര്യം പരസ്യമായി പറയുന്നുണ്ട്. 24 മുതൽ 36 മണിക്കൂറിനകത്ത് വലിയൊരു ആക്രമണം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നത്. ഏതായാലും വളരെ ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയാണ് ദില്ലിയിൽ ഈ വിഷയത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൗത്ത് ബ്ലോക്കിൽ എത്തിയിട്ടുണ്ട്. സേനാ തലവന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായി സേനാ തലവന്മാരുമായി അദ്ദേഹം സംസാരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി വിളിച്ച സുരക്ഷാ സമിതി യോഗത്തിൽ 3 സേനകളുടെ തലവന്മാരും സംയുക്ത സേനാ മേധാവിയും ഒക്കെ തന്നെ പങ്കെടുത്തതാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി ഇപ്പോൾ ചർച്ച നടത്തിയ ശേഷമാണ് ഇനി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിലേക്ക് വരാൻ പോകുന്നത്. പിന്നീടാണ് രാഷ്ട്രീയകാര്യ സമിതി കൂടി യോഗം ചേരാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി കൂടി ചേരുമ്പോൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയ നീക്കത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിസഭ ചേർന്ന് ഒരു അംഗീകാരം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സർക്കാരിൻ്റെതായ, ഒരു കേന്ദ്രമന്ത്രിസഭയുടേതായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ വലിയൊരു നീക്കം ഏതായാലും ഇപ്പോൾ രാജ്യം നടത്താൻ ഒരുങ്ങുകയാണ്. അതിനുള്ള അനുമതി സൈന്യത്തിന് ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. അപ്പോൾ അത് കേന്ദ്രമന്ത്രിസഭയെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ചർച്ചകളാണ് ഇന്ന് തുടരുന്നത്. ഓക്കെ, താങ്ക് യു പി ആർ സുനിൽ. താങ്ക് യു വി സജിത്ത്. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുക. വി സജിത്തും പി ആർ സുനിലും ഈ ദില്ലിയിൽ നടക്കുന്ന തിരക്കിട്ട നിർണായകമായ യോഗങ്ങളുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും.